ആംബുലൻസ്. അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് എന്നാണ്. ആംബുലൻസ്. നിങ്ങൾക്കും വില്ലയെ പോലെ ശരിയായ പ്രൊനൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കിഡ്സ് ആപ്പായ കുക്കു टीवी डाउनलोड ചെയ്യൂ और एवरीडे कुछ नया सीखो। कुकू टीवी। ഓ, എന്തിനാ എന്റെ രാജകുമാരി കരയുന്നത്? മുത്തശ്ശ, അമ്മ അവളെ വെച്ചൊരു ജോക്ക് പറഞ്ഞു. അതെന്ത് ജോക്കാ? നൈറ, ഇനി ഞാനറിയാതെ നീ പഞ്ചസാര കഴിക്കുമോ? ഇല്ല. അമ്മ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് ആ ബോക്സിൽ വെച്ചത്. ഇവള് പഞ്ചസാരയാണെന്ന് കരുതി കഴിക്കാൻ പോയപ്പോൾ ഓ, അങ്ങനെയാണോ? എനിക്ക് മനസ്സിലായി. ഇത് വെറും ഒരു തമാശയാണ്. പക്ഷേ നട്ട്സ് മോഷ്ടിച്ച അണ്ണാന് ഇത് മനസ്സിലായിട്ടില്ല. അതെന്താ മുത്തശ്ശ, അണ്ണാൻ? ശരി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏയ്, ഇത് കഥയ്ക്കുള്ള സമയമാണ്. പണ്ടൊരിക്കൽ ഒരു കാട്ടിൽ ഒരു മരത്തിൽ ധാരാളം അണ്ണാൻ ഉണ്ടായിരുന്നു. അണ്ണാനെ കാണാൻ മനോഹരമായിരിക്കും, പക്ഷെ അവർക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നത്തിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ബിഗ് ഫെയറി. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ അണ്ണാൻ ബിഗ് ഫെയറിയാണ്. അതിന് താൻ എന്തോ വലിയവനാണെന്നുള്ള ഒരു അഹംഭാവം ഉണ്ട്. ഞാനാണ് ഈ കാട്ടിലെ എല്ലാവരുടെയും രാജാവ്. സ്ട്രീക്കി എന്ന് പേരുള്ള ഒരു ചെറിയ അണ്ണാൻ ആ വലിയ അണ്ണാനെ കണ്ട് ഒരിക്കലും പേടിച്ചിട്ടില്ല. ഇല്ല, നീ അത്രയൊന്നുമല്ല. നീ കാണാൻ വലിപ്പത്തിൽ മാത്രമേ വലുതായിട്ടുള്ളൂ. ഞാനൊന്നും നിനക്ക് പേടിക്കാൻ പോകുന്നില്ല. നീ എന്താണ് പറഞ്ഞത്? എന്നെ കണ്ട് നിനക്ക് പേടിയില്ലെന്നോ? നീ നോക്കിക്കോ ഞാൻ എത്ര ശക്തിശാലിയാണെന്ന്. ഏയ് കള്ള ബിഗ് ഫെറി, എന്റെ ആഹാരം തിരിച്ചു താ. ഇത് ബിഗ് ഫെറിയുടെ ഒരു ശീലമായി മാറി. അതെപ്പോഴും സ്ട്രേക്കിയുടെ നട്ട്സ് മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു. സ്ട്രേക്കി നല്ല ദേഷ്യത്തിലും ആയിരുന്നു, പക്ഷേ അതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നിന്നെ കണ്ടാൽ എനിക്ക് പാവം തോന്നുന്നു ഫ്രീക്കി. എപ്പോ നോക്കിയാലും ആ ബിഗ് ഫെറി നിന്നെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മളെ എല്ലാരെയും ശല്യം ചെയ്യുന്നു. അതിനെ ഒരു പാഠം പഠിപ്പിക്കണം. പക്ഷെ ആരാണ് അതിനെ പാഠം പഠിപ്പിക്കുന്നത്? നീ എന്താണ് തേടുന്നത് സ്ട്രീക്കി? ഹോ, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു, പ്ലീസ്. എനിക്ക് തോന്നുന്നു ആ ബിഗ് ഫെറി കാരണം സ്ട്രീക്കിക്ക് എന്തോ പറ്റി. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അത് താഴെ നിന്നും എന്തെടുത്തു നോക്കിയാ ചിരിക്കുന്നത്? ആർക്കറിയാം. ശരി, വരൂ, നമുക്കിവിടുന്ന് പോകാം. ഞാൻ വളരെ വിശപ്പോടെയാണ് ഇരിക്കുന്നത്. എനിക്ക് വേണ്ടി ശ്രീക്ക് ഒരുപാട് നട്ട്സ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹേ കൂട്ടുകാരെ, പെട്ടെന്ന് വരൂ. ഇവിടെ എന്താ നടക്കുന്നെന്ന് നോക്കിക്കേ. നട്ട്സ് ഒക്കെ എവിടെ? അതൊക്കെ എവിടെയാണ്? ഇതോ ഇവിടെയുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയ നട്ട്സ് എനിക്ക് കിട്ടും. ആ നട്ട്സ് നിനക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു ബിഗ് ഫെറി. എന്താ അത്? അതാണ് നിനക്ക് കിട്ടേണ്ടത്. നിന്റെ അത്യാഗ്രഹത്തിന് കിട്ടിയ സമ്മാനം. ഇതൊരു കല്ലാണ്. അത് കാണാൻ നട്ട്സ് പോലെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് ഇവൻ ഇതാണോ കണ്ടുകൊണ്ടിരുന്നത്? അതെ, സ്ട്രീക്കി ഒരു ബുദ്ധിശാലിയാണ്. ഇനി ബിഗ് ഫെറി അവനെ ഒരിക്കലും ശല്യം ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല.
പക്ഷേ ഇത് നല്ല രസമുള്ള കഥയായിരുന്നു അല്ലേ? അതെ, സത്യമാണ് മുത്തശ്ശ. അപ്പൊ മോൾക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ട് കാണും.